തൃശ്ശൂരിലെ ഒരു അത്യാഹിതം. തൃശ്ശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ ഒന്ന് വെട്ടിച്ച യുവാവിന് ദാരുണ അന്ത്യമുണ്ടായി. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത മരിച്ചു. സൂരജ് സജി അപകട സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. അത്രയും വലിയ കുഴിയായിരുന്നു സൂരജ് അവിടെ റോഡിന് നടുവിൽ. തൃശ്ശൂരിലെ പ്രധാന റോഡായിട്ടുള്ള MG റോഡാണ്. MG റോഡിലെ ഈ കാണുന്ന കുഴി, ആ കുഴിയിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പൂങ്കുന്നം സ്വദേശിയായിട്ടുള്ള വിഷ്ണുദത്ത തന്റെ ബൈക്ക് വെട്ടിച്ചത്. അതിനിടയിൽ അപകടത്തിൽപ്പെട്ടാണ്, ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണാണ് വിഷ്ണുദത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മ നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എത്രമാത്രം വലിയ ആഘാതമായിരുന്നു ഈ അപകടമെന്നത് ഈ സ്കൂട്ടർ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് അവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ. ആ സ്കൂട്ടറിന്റെ മുൻഭാഗം അടക്കം വലിയ രീതിയിൽ തകർന്നു പോയിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ച് അവർ പറയുന്നത് ഈ കുഴിയടക്കം ഈ മേഖലയിൽ വലിയ അപകടങ്ങൾക്കിടയാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ അപകടത്തിന്റെ ഒരു ദൃക്സാക്ഷി കൂടി നമുക്കൊപ്പം ചേരുകയായിരുന്നു. എന്തായിട്ട് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കടയുടെ ഉള്ളിൽ നിൽക്കായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഓടി വന്നപ്പോൾ ബസ്സിന്റെ ഫ്രണ്ട് റൈഡിൽ ഒരാളെ ആക്സിഡന്റ് ആയ ആളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബസ് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്പോട്ടിൽ ബസ് നിർത്തി. അപ്പോൾ തന്നെ ആൾ മരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് പരിക്ക്? ഞാൻ അവിടെ നോക്കുമ്പോൾ പുറകിലേക്ക് നോക്കുമ്പോൾ അമ്മ അവിടെ ഏറ്റിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് രാജൻ ബല്ലൻ കൂടി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിൽ പല റോഡുകളും ഇതേപോലെ കുഴിയാണ്. തൃശ്ശൂർ പട്ടണത്തിലെ പ്രധാനപ്പെട്ട രാജവീഥികൾ മുഴുവൻ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ റോഡിന്റെ വൃത്തിയാക്കുന്നതിന് വേണ്ടി, ടാറിംഗ് ചെയ്യുന്നതിന് വേണ്ടി കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ച് പാസ്സാക്കി കൊടുത്തിട്ടുള്ളത്. നാളെ ഇതുവരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഗുരുതരമായ വീഴ്ചയാണ് കോർപ്പറേഷൻ മേയറുടെ ഭാഗത്തുനിന്നും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചിയ്യാരത്തുള്ള ഒരു യുവതി കട്ടറിൽ സ്കൂട്ടർ ചാടി വീണ് മരിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം കൃത്യമായ തീരുമാനങ്ങൾ കൗൺസിൽ എടുത്തിട്ടുണ്ട്. ഒരു കുഴി പോലും റോഡിലുണ്ടാവാൻ പാടില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഈ കുഴിയിൽ 22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മരിക്കാനുള്ള സംഭവം ഉണ്ടായത്. മേയറുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം, സെക്രട്ടറിയുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഗുരുതരമായ വീഴ്ചയാണ് കോർപ്പറേഷന്റെ ഈ ഭാഗത്തുണ്ടായത്. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇത് മേയറുടെ പേരിലും കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പേരും കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് കേട്ടത്. മേയർക്കെതിരെയും അതോടൊപ്പം തന്നെ സെക്രട്ടറിക്കെതിരെയും നടപടി വേണം എന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയാണ്. സൂര്യ സജി, എന്തായാലും കഷ്ടമായി. അമ്മയും മകനും സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. മകൻ മരിച്ചു, അമ്മ പരിക്കേറ്റ ചികിത്സയിലാണ്.